ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിന്ന് റിസർച്ച് ഡിസൈൻ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് സെഷനിലോട്ടാണ് കിടക്കുന്നത്. ആസ് യൂഷ്വൽ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിനായിട്ട് മുന്നേ തന്നെ നമുക്ക് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താണ് എടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ ടോപ്പിക് വന്ന ലാസ്റ്റ് ക്ലാസ്സിൻ്റെ സിമുലേഷനും അതേപോലെ ഒബ്സർവേഷനായിരുന്നു. ഈ രണ്ട് ടോപ്പിക്കാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. സിമുലേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ റെപ്ലിക്ക, ആൻ ഇമിറ്റേഷൻ ഓഫ് എ റിയൽ ലൈഫ് ആക്ടിവിറ്റി, ഓഫ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അതിൻ്റെ ഒരു റെപ്ലിക്കൽ ഇമിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സിമുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഈസ് വൺ ഓഫ് ദ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് വേറിൻ നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും റിസർച്ചർ ആ റിസർച്ച് ടോപ്പിക് എന്താണ് അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുകയും ആ ഒബ്സർവേഷനിലൂടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്ത് ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ് ഫൈനൽ സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ഇതിനാണ് ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെൻറ്റ് വേറിൻ അതൊരു കോസർ റിസർച്ച് മെത്തേഡാണ്. അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിൾസും വരുന്നതാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരുന്നു. അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് കാണാം. അതിനാണ് എക്സ്പെരിമെൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ: സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻ. സിംഗിൾ വേരിയബിൾ ഡിസൈൻ: if there is only one independent variable that can be manipulated, then a single variable design is utilized. Factorial design: if there are two or more independent variables and at least one can be manipulated, then a factorial design or group experimental design is chosen. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ ടോപ്പിക്ക് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിന് ഞാൻ കോമൺ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഹോൾ ടോപ്പിക്കിന് ഒരു കോമൺ ആയിട്ടൊരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇതാണ്: ഒരു ഓർഗനൈസേഷൻ വേറെ ആ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. സെയിൽസ് എംപ്ലോയീസ് ആയിട്ട് ഞാൻ ടോട്ടൽ എംപ്ലോയീസിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. സെയിൽസ് എംപ്ലോയീസ്, പ്രൊഡക്ഷൻ എംപ്ലോയീസ്, അഡ്മിനിസ്ട്രേഷൻ എംപ്ലോയീസ്. അതേപോലെ ഓർഗനൈസേഷൻ്റെ വേരിയബിൾസാണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ് ഈ പറഞ്ഞ എംപ്ലോയീസും. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഡിപെൻഡൻറ്റ് വേരിയബിളാണ് സെയിൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഫാക്ടർ. ഓർഗനൈസേഷൻ്റെ ഡിപെൻഡൻറ്റ് വേരിയബിൾസാണ് സെയിൽസ് എന്ന് പറഞ്ഞ ഫാക്ടർ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലാണ്, അതായത് എംപ്ലോയീസിലാണ് നമ്മൾ ഓരോ ട്രെയിനിങ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നതും. അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെന്ന്, എത്രത്തോളം ചേഞ്ചസിൻ്റെ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് ആ സെയിൽസിലൂടെ കാണാം. ഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ നമുക്ക് കോമൺ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ വേരിയബിൾ ഡിസൈൻ പറയുന്നത് ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ that can be manipulated, then a single variable design is utilized. അപ്പോൾ ഇവിടെ എക്സാമ്പിളോട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ, അവിടെ സെയിൽസ് എംപ്ലോയീസ് ആണ് ഉള്ളത്. ആ സെയിൽസ് എംപ്ലോയീസ് ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും. അങ്ങനെ നോക്കുമ്പോൾ സെയിൽസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഡിപെൻഡൻറ്റ് വേരിയബിളായ സെയിൽസിൽ കാണാൻ സാധിക്കും. ഇവിടെ സെയിൽസ് എംപ്ലോയീസ് മാത്രമേ ഉള്ളതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിംഗിൾ വേരിയബിൾ ഡിസൈൻ യൂട്ടിലൈസ് ചെയ്യാം. ഇഫ് ദർ ആർ ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഫാക്ടോറിയൽ ഡിസൈൻ യൂട്ടിലൈസ് ചെയ്യാം. സെയിൽസ് എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ എംപ്ലോയീസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ എംപ്ലോയീസ് ഉണ്ട്. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തോരമുണ്ട് നമുക്ക് ഡിപെൻഡൻറ്റ് വേരിയബിൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നു. സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആണെങ്കിൽ ഇഫ് ദർ ഇസ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഫാക്ടോറിയൽ ഡിസൈൻ ആണെങ്കിൽ ഇഫ് ദർ ആർ ടു ഓർ മോർ ദാൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഫാക്ടോറിയൽ ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആർ ക്ലാസിഫൈഡ് അണ്ടർ 3 headings: പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. Pre-experimental design is further classified into one-shot case studies, one group pre-test, post-test design, static group comparison design.
നമ്മൾ സിംഗിൾ വേരിയബിൾ ഡിസൈനാണ് നമ്മൾ നോക്കിയിരുന്നത്. സിംഗിൾ വേരിയബിൾ ഡിസൈനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു: പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇതിൽ പ്രീ എക്സ്പെരിമെൻ്റലിന് പിന്നെയും നമ്മൾ ഫർദർ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: വൺ ഷോട്ട് കേസ്, വൺ ഗ്രൂപ്പ്, പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ആ ഒരു കോമൺ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് നമുക്ക് നോക്കാം. One group is exposed to the treatment and only a post-test is given to observe or measure the effect of the treatment on the dependent variable within the experimental group. The chosen group is exposed to the treatment and then it is tested only once for the purpose of measuring the degree of change on the dependent variable after the treatment. ഫർദർ ഇതിലോട്ട് കടന്നിട്ട് പിന്നെ ഒരു റിമൈൻഡിങ് ഞാൻ തരാം. അതായത് ഏത് വേരിയബിളിലാണ്, ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലൊക്കെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് അതിനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും, ഏതാണ് വേരിയബിൾസ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കുന്നത്, ഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്, അതിന് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വൺ ഷോട്ട് കേസ് സ്റ്റഡിയിൽ പറയുന്നത് വൺ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എ പോസ്റ്റ് ടെസ്റ്റ് ഈസ് ഗീവൺ ടു ഒബ്സർവ് ദ എഫക്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഓൺ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ആ പഠിത്തം കൊണ്ട് നമുക്ക് എത്രത്തോളം അറിവ് നേടിയിട്ടുണ്ട്, നമ്മൾ എന്തായാലും ഒരു എക്സാമിനേഷനിൽ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതേ കാര്യം തന്നെയാണ് ഇവിടെ പോസ്റ്റ് ടെസ്റ്റിന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൺ ഷോട്ട് കേസ് സ്റ്റഡീസിൽ പറയുന്നത് ഒരു ഗ്രൂപ്പിന്, അതായത് നമ്മുടെ സെയിൽസ് എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ട്രീറ്റ്മെൻറ്റിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞ ഡിപെൻഡൻറ്റ് വേരിയബിൾ സെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു വട്ടം മാത്രം നമ്മൾ ടെസ്റ്റ് നടത്തി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സെയിൽസ് എംപ്ലോയീസ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനുശേഷം അതിലെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ സെയിൽസ് എന്ന് പറഞ്ഞ ഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ നോക്കുന്നു. ആ നോക്കുന്ന കാര്യം, ആ ടെസ്റ്റ് നടത്തുന്നത് വർഷത്തിൽ ഒരു വട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നോക്കുമ്പോൾ മേ ബി സെയിൽസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയീസിന് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാകാം, ഏപ്രിൽ അതല്ലെങ്കിൽ മെയ് മാസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സെയിൽസ് എംപ്ലോയീസിന്. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് നമ്മൾ ഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് നമ്മൾ നോക്കുന്നത് മേ ബി ജാനുവരി, ആ ഫിനാൻഷ്യൽ കഴിയാനാവുമ്പോൾ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നമ്മളത് എത്രത്തോളം എഫക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ സെയിൽസിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് നമ്മൾ എടുത്ത് നോക്കുന്നു. വൺ ഷോട്ട് കേസ് സ്റ്റഡീസിൽ ഇതാണ് പറയുന്നുള്ളൂ. ഇതിൽ ഒരു ഗ്രൂപ്പിനെ, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ലേറ്റർ ഓൺ അതിൻ്റെ എഫക്റ്റ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ നോക്കുന്നു. പക്ഷേ ആ നോക്കുന്ന കാര്യം ഒരു വട്ടം മാത്രമേ നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നുള്ളൂ, ഒരു വട്ടം മാത്രമേ നമ്മൾ അതിൻ്റെ എക്സാമിനേഷൻ നടത്തുന്നു. അതിനെയാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. One group pre-test, post-test design. One group is pre-tested and exposed to the treatment and then post-tested. This is called a one group pre-test, post-test design because the two tests are administered to the same group. ഇവിടെ സെയിൽസ് എംപ്ലോയീസ് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെയിൽസ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ എംപ്ലോയീസിന് എത്രത്തോളം അറിവുണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, എക്സാമിനേഷൻ നടത്തുന്നു. അതിനാണ് പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് പ്രീ ടെസ്റ്റ് നടത്തിയ ശേഷം അല്ലെങ്കിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ശേഷം നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർ എത്രത്തോളം അറിവ് നേടിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ എത്ര IQ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, എത്ര നോളേജ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ട്രെയിനിങ് കാരണം എന്തോരം എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, എത്ര IQ അല്ലെങ്കിൽ എത്ര നോളജ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതിനെയാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ. ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് ദ ട്രെയിനിങ് ഓർ ആഫ്റ്റർ ഗിവിംഗ് ദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് കൂടി നമ്മൾ നടത്തി നോക്കും. നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇൻ ദിസ് ഡിസൈൻ അറ്റ് ലീസ്റ്റ് 2 groups are involved. After one group receives the treatment, all groups are post-tested. The experimental group is measured after it has been exposed to the experimental treatment and the control group is measured without having been exposed to the experimental treatment and results are measured. കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കാരണം
കൊടുക്കുന്ന മോഡിഫിക്കേഷൻ കാരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഓൾറെഡി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എയും ക്ലാസ് ബിയും, അതായത് 10th A 10th B. ഓക്കെ, ഇവിടെ 10A പഠിക്കുന്ന സ്റ്റുഡൻസിനും 10B പഠിക്കുന്ന സ്റ്റുഡൻസിനും ഒരേ സിലബസാണ്, ഒരേ സബ്ജക്ട്സാണ്, 5 സബ്ജക്ട്സാണ് വരുന്നത്. ഇവിടെ 10A നമുക്ക് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും 10B നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 10A നമ്മൾ 5 സബ്ജക്റ്റുള്ള ക്ലാസ്സും ക്ലാസ് ബി 5 സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായ ക്ലാസ് 10A നമുക്ക് ഒരു സബ്ജക്റ്റ് കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ലാസ് എ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, 6 സബ്ജക്ട്സാണ് അപ്പോൾ അവർക്ക് നിലവിലുള്ളത്. ക്ലാസ് ബി 10B 5 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. 10B ആണ് നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പ്. ഈ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, ട്രെയിനിങ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന്. ആഫ്റ്റർ ഗീവിങ് ദ ആഫ്റ്റർ ഗീവിങ് ദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടായിട്ട് കൺട്രോൾ ഗ്രൂപ്പായിട്ട് ട്രെയിനിങ്ങോ ട്രീറ്റ്മെൻറ്റോ കിട്ടാത്ത ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ റിസൾട്ട് മനസ്സിലാക്കുന്നു. ക്ലാസ് 10A ക്ലാസ് 10B 10A നമ്മളൊരു അഡീഷണൽ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ സബ്ജക്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവോൾവ് ചെയ്തിട്ട് ക്ലാസ് 10A സ്റ്റുഡൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം ആ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ടും അതേപോലെ ക്ലാസ് 10B റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ട്രെയിനിങ് എത്രത്തോളം എഫക്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. ഇതിനാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെൻ്റലും ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാകും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ ട്രെയിനിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും അതിന് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കിട്ടുന്ന റിസൾട്ടായിട്ട് കൺട്രോൾ ഗ്രൂപ്പ് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. നെക്സ്റ്റ് ആണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത്. ഒരേ വ്യത്യാസം മാത്രം ഇതിൽ വരുന്നത്, അതായത് പോസ്റ്റ് ടെസ്റ്റും പ്രീ ടെസ്റ്റും. ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേയും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടും നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എത്ര വട്ടം ചെയ്യണം, എന്തോരം ചെയ്യണം എന്നിവ മാത്രമാണ് നേരത്തെ ടോപ്പിക്കായിട്ട് ഇവിടെ വരുന്ന ഡിഫറൻസ് വരുന്നു. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ നമുക്ക് നോക്കാം. അണ്ടർ ദിസ് ഡിസൈൻ ദ റിസർച്ചർ റാൻഡംലി അസൈൻസ് ടെസ്റ്റ് യൂണിറ്റ്സ് ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. There is always a control group to compare the results of the subjects in the experiment with other subjects of similar status that have not been exposed to the treatment. നമ്മൾ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസണിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാകും. ഈ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിലും അതേ കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരികയും അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് കൺട്രോൾ ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു. അതാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആർ ദ പോസ്റ്റ് ടെസ്റ്റ് only കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, ദ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, സൊളോമോൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഓരോ നമുക്ക് നോക്കാം. ദ പോസ്റ്റ് ടെസ്റ്റ് only കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ. അതായത് 2 ഗ്രൂപ്പ് വരുന്നുണ്ട്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും അതേപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പും വരുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ആ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ റിസൾട്ട് നമ്മളവിടെ ഗ്യാദർ ചെയ്ത് വെക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഈ കൺട്രോൾ ഗ്രൂപ്പിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ കൺട്രോൾ 2 ഗ്രൂപ്പ്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, എന്നിരുന്നാലും ടെസ്റ്റ് ചെയ്യുന്നു. ഇവരെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു ഈ കിട്ടുന്ന റിസൾട്ടായിട്ട്. ഇതാണ് പോസ്റ്റ് ടെസ്റ്റ് ഉള്ളി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ഗ്രൂപ്പ് 2 ഗ്രൂപ്പും ഉണ്ട്. ഇവിടെ വരുന്ന ഒരേ വ്യത്യാസം ഇതാണ്. ഇവിടെ പ്രീ ടെസ്റ്റ് നടത്തും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റ് കൂടി നമ്മൾ നടത്തും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനായാലും കൺട്രോൾ ഗ്രൂപ്പിനായാലും പ്രീ ടെസ്റ്റ് നടത്തുന്നു, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് മാത്രം. അതിനുശേഷം 2 ഗ്രൂപ്പിന് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 പ്രീ ടെസ്റ്റ് വരുന്നു, 2 പോസ്റ്റ് ടെസ്റ്റ് വരുന്നു, 1 ട്രീറ്റ്മെൻറ്റ് വരുന്നു.
ഇതാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോളമോൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. It is a standard pre-test, post-test 2-group design. This design contains 2 extra control groups which serve to reduce the influence of confounding or extraneous variables. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Those independent variables which are not related for our study but has a direct effect upon the ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഇതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ അല്ലെങ്കിൽ കൺഫൗണ്ടിങ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോളമോൻ 4 ഗ്രൂപ്പ് ഡിസൈനിൽ പറയുന്നത് ഇവിടെയും പ്രീ ടെസ്റ്റും അതിനുശേഷം ട്രീറ്റ്മെൻറ്റും അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റും നടത്തുന്നുണ്ട്. വ്യത്യാസം വരുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഇവിടെ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേരത്തെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ സെയിൽസ് എംപ്ലോയീസ് ആണ് ഇവിടെ വരുന്ന എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പിൽ വരുന്നത് സെയിൽസ് ഓഫ് ദ ഓർഗനൈസേഷനാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതേപോലെ തന്നെ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് കൂടി നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അതായത് എംപ്ലോയീസ് സാലറി, എംപ്ലോയീസ് ഇൻസെൻറ്റീവ്സ്, ഇതാണ് 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോളമോൻ 4 ഗ്രൂപ്പ് ഡിസൈനിൽ ഇത്രയേ പറയുന്നുള്ളൂ. എക്സ്ട്രാനിയസ് വേരിയബിൾ അല്ലെങ്കിൽ കൺഫൗണ്ടിങ് റിലേഷൻഷിപ്പ് കാരണം വരുന്ന ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി സോളമോൻ 4 ഗ്രൂപ്പ് ഡിസൈനിൽ നമ്മൾ 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സാധാ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നു. പ്രീ ടെസ്റ്റ്, ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് ആണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇതിന് 2ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ ഇക്വാലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, ടൈം സീരീസ് ഡിസൈൻ. ഈ പറഞ്ഞ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ച ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനും പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി വരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ, അതിനൊരു ഓർഡർ ഉണ്ട്. 1, 2, റോൾ നമ്പർ 1, റോൾ നമ്പർ 2, അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. റോൾ നമ്പർ 1 മൺഡേ ആണ് നിങ്ങൾക്കുള്ള എക്സാം, റോൾ നമ്പർ 2 ട്യൂസ്ഡേ, റോൾ നമ്പർ 3 വെനസ്ഡേ, അങ്ങനെ ഒരു റാൻഡമൈസേഷൻ ഇല്ലാത്തൊരു ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ എക്സാം നടത്തുന്നതെങ്കിൽ അവിടെ വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റോൾ നമ്പർ 2 അല്ലെങ്കിൽ റോൾ നമ്പർ 3 എന്ന് പറയുന്ന സ്റ്റുഡൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ സമയം എക്സ്ട്രാ ലഭിക്കുന്നു. അതിന് പകരം ഞാൻ റാൻഡമായിട്ടാണ് ആൾക്കാരെ വിളിക്കുന്നത്. റാൻഡമായിട്ടാണ് ഞാൻ സ്റ്റുഡൻസിനെ വിളിക്കുന്നത്. റോൾ നമ്പർ 5 മൺഡേ എക്സാം, റോൾ നമ്പർ 1 ട്യൂസ്ഡേ എക്സാം. അങ്ങനെയാണെങ്കിൽ ഒരുവിധം റാൻഡമൈസേഷനിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ ഡിസഡ്വാൻറ്റേജ്, അതായത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സമയം എല്ലാ ദിവസവും എല്ലാ സ്റ്റുഡൻസും പ്രിപ്പയർ ആയിട്ട് തന്നെ വരണം. പ്രിപ്പറേഷൻ അവർക്ക് എക്സ്ട്രാ സമയം ലഭിക്കുന്നില്ല. അതിനാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ റാൻഡമൈസേഷൻ ഫോളോ ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യത്യാസം ആൻഡ് കമ്പയർ ടു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനും അതേപോലെ തന്നെ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനും തമ്മിൽ വ്യത്യാസം വരുന്നത് ഇത്രയേ ഉള്ളൂ. ക്വാസി കമ്പയറിംഗ് ടു ട്രൂ എക്സ്പെരിമെൻ്റൽ ആൻഡ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ബാക്കിയെല്ലാം പ്രീ ടെസ്റ്റ്, ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ടെസ്റ്റ് അതെല്ലാം സെയിം ടു സെയിം ആണ്. റാൻഡമൈസേഷൻ ഇവിടുന്ന് ഒഴിവാക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. നോൺ ഇക്വാലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇറ്റ് ഈസ് സ്ട്രക്ചർഡ് ലൈക്ക് എ പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻറ്റ്, but it lacks the key feature of randomized design. This kind of design includes an experimental group and a control group. It is similar to pre-test, post-test control group design except that no randomization is required over here. ഇവിടെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും നമ്മൾ നിൽക്കുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തുന്നു. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. പക്ഷേ ഒരു ഫീച്ചർ മാത്രമില്ല, റാൻഡമൈസേഷൻ എന്ന ഫാക്ടർ. അത് മാത്രമാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈം സീരീസ് ഡിസൈൻ. ഹിയർ ദ സബ്ജക്ട്സ് ആർ റിപ്പീറ്റഡ്ലി pre-tested and post-tested before and after the treatment rather than being tested once at the beginning and a second time at the end of the treatment. ടൈം സീരീസ് ഡിസൈനിൽ പറയുന്ന കാര്യം ഇതാണ്. നമ്പർ ഓഫ് പ്രീ ടെസ്റ്റും നമ്പർ ഓഫ് പോസ്റ്റ് ടെസ്റ്റും ഹയർ ആകാം. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാം എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിലും വൺസ് ദേ വിൽ ബി പ്രീ ടെസ്റ്റഡ് ഓർ വൺസ് ദേ വിൽ ബി പോസ്റ്റ് ടെസ്റ്റഡ്. ഒരു വട്ടം മാത്രമേ പ്രീ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു വട്ടം മാത്രമേ പോസ്റ്റ് ടെസ്റ്റോ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ടൈം സീരീസ് ഡിസൈനിൽ ഈ ഒരു വട്ടം നമ്മൾ ഒഴിവാക്കുന്നു. എത്ര വട്ടം വേണമെങ്കിലും പ്രീ ടെസ്റ്റ് നടത്തുകയും എത്ര വട്ടം വേണമെങ്കിലും പോസ്റ്റ് ടെസ്റ്റ് നടത്തുകയും ചെയ്യാം.
ഇതേ ഉള്ളൂ ഈ ഒരു ടൈം സീരീസ് ഡിസൈനിൽ. ബാക്കിയെല്ലാം സിമിലർ ടു സിമിലർ ആണ്. ഈ പ്രീ എക്സ്പെരിമെൻ്റ് ഡിസൈനിലായാലും ട്രൂ എക്സ്പെരിമെൻ്റ് ഡിസൈനിലായാലും നേരത്തെ ഇപ്പോൾ നമ്മൾ നോക്കിയിരുന്ന ക്വാസി എക്സ്പെരിമെൻ്റ് ഡിസൈനിലായാലും ചെറിയ ചെറിയ സിമിലാരിറ്റീസ്, ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ടു സിമിലർ ആണ്. ടൈം സീരീസിലും പോസ്റ്റ് ടെസ്റ്റും പ്രീ ടെസ്റ്റും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ് ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പ് എല്ലാം ഉണ്ട്. The number of times the test can be conducted, the number of time examination can be conducted, അതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്, ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റ് ഡിസൈൻ. ഇത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ആ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് എങ്കിൽ ഭയങ്കര എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ.